അതാണ് സമയം എൻ്റെ കണ്ണിങ്ങിൽ. ഞാൻ ഗ്രൗണ്ടിലേക്ക് കുറച്ച് തിരി ഉണക്കാളതൊന്ന് മറിച്ചിട്ട് നന്നായി ഉണങ്ങി. ആ മറിച്ചിടുന്ന നേരത്ത് എൻ്റെ ഇടത്തെ ഭാഗത്തോട്ടൊരു ദീകോളം വന്ന് ഒരു അടി. അപ്പം തന്നെ ഞാൻ രണ്ടും മറിച്ചിലും പറഞ്ഞു ഇതെന്താ സംഭവം എനിക്ക് മനസ്സിലായില്ല. ആ തിരി അവിടെ നിറവൊന്നുമില്ലല്ലോ. ഈ തീനാളം ഭേന്നടിച്ച് പോയതിന് ഞാൻ രണ്ട് മറിവ് നോക്കും. ആ തിരിയൊക്കെ കത്തി. അപ്പോഴേക്കും എനിക്ക് പിഴച്ചൊന്നും മനസ്സിലായി. എനിക്ക് ചൂടനാണോ എന്നറിയില്ല. അപ്പം ഞാൻ നേരെ കണ്ടം വഴിക്ക് മാറി. അപ്പോഴേക്കും ഞാൻ രണ്ട് ചാട്ടം ചാടുമ്പോഴേക്കും നിറവ് വരെ പോയി. പിന്നെ എല്ലാം പിന്നെ പിന്നെ ഒക്കെ പൊട്ടില്ല. അങ്ങനെ ഞാൻ തിരിഞ്ഞ് അപ്പുറത്തേക്ക് വന്നപ്പോൾ തിരി ചെയ്യണടുത്ത പെണ്ണുങ്ങളുണ്ട്. ഉടൻ തന്നെ ഞാൻ പാടം വഴിക്ക് ഇങ്ങോട്ട് വന്നു. അവരാ തെറ്റണേ. കാരണം അവരുടെ അടുത്തേക്ക് തീയെത്തുമ്പോൾ ഞാൻ വരുമ്പോഴേക്കും അവരൊക്കെ ഇവിടെ നിന്ന് വിളിക്കും. രണ്ടാളെ ഞാൻ കൈ പിടിച്ചാൽ പോയി. അപ്പം ഇവിടെ പൊട്ടിക്കിട്ടിരിക്കുന്ന ഉള്ളിലൊക്കെ പിന്നെ നിൽക്കാൻ പറ്റിയില്ല. അപ്പോൾ ഈ നിറവിൻ്റെ അവിടെ എൻ്റെ അറിവിൽ ഒരു 7-8 പേരുണ്ട്. അവരൊന്നും രക്ഷപ്പെടാൻ യാതൊരു മാർഗം. കാരണം ഈ ദീകോളം ഈ ഗ്രൗണ്ട് അടിച്ചിട്ട് പിന്നെ പൊട്ടിയത് ഈ നിറവ് ഷെഡില്ല. പിന്നെ ഇത്രയും നിറവ് ഷെഡിൻ്റെ അവിടെ ഉള്ള പോലെ മറ്റുള്ള സ്ഥലത്തൊന്നും ഇങ്ങനെ ഇല്ലല്ലോ. അപ്പോൾ അവിടെ ഒരു 10-30 പേരോളം ഉണ്ട്. അവർ എവിടെ ഓടി എങ്ങോട്ട് ഓടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. അപ്പോൾ അത് വ്യക്തമല്ല. അപ്പുറം വഴിക്കഴിഞ്ഞാൽ ഏറെക്കുറെ 10-35 പേരോളം 30 പേരോളം ഉണ്ട്. കാരണം നാളെ സാമ്പിളിൻ്റെയൊക്കെ അപ്പോൾ ഒരുവിധം പണികളൊക്കെ ഭംഗിയായിട്ട് കഴിഞ്ഞു. പിന്നെ നിയമപ്രകാരം ഇപ്പോൾ ഈ ഷെഡിൽ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് പണിയാൻ നിയമപ്രകാരമുള്ള മരുന്ന് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അനധികൃതമായിട്ടുള്ള ഒരു മരുന്നും ഉപയോഗിച്ചിട്ടില്ല അതിപ്പോഴും. പിന്നെ ഈ ഒരു ദീപോളം വന്ന് ഷെഡിൽ എങ്ങനെ അടിച്ചു എന്നുള്ളത് ചോദിച്ചാറില്ല. ഒരു ഒറ്റ സെക്കൻഡ് തൊട്ട് 2-3 സെക്കൻഡ് അപ്പോഴേക്കും നിറവ് ഷെഡ് പൊട്ടി. ഞാൻ ഓടി അപ്പുറം ഞാൻ ഓടിയത് സ്റ്റോക്കിൻ്റെ അടുത്തുകൂടെയാണെങ്കിൽ ഞാനില്ല. എന്തോ പൊട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഓടിയിട്ട് വേലിക്കമ്പി ഇട്ട് ചാടിയിട്ട് പാടത്തേക്ക് എത്തി. അപ്പോഴേക്കും സ്റ്റോക്ക് പൊട്ടി. അങ്ങനെ ഞാൻ അവിടെ വീണിട്ട് പിന്നെ നിന്നില്ല. വീണ്ടും ഞാൻ പുറത്തേക്കൂടെ ഓടി വന്നു. കാരണം അങ്ങനെ സൈഡിൽ നിന്ന് പെണ്ണുങ്ങൾ തിരിഞ്ഞിട്ടുണ്ട്. ഞാൻ പിന്നെ പേടിക്കാണ്ട് പോയില്ല. ഓടി ഇവിടെ തിരിഞ്ഞു വന്ന് വരുമ്പോൾ ഇവർക്ക് എനിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ അവിടെ കൈ ഓടിക്കോ എന്ന് പറഞ്ഞു. ഓടി ഇവരെന്നെ ഒരു 50 മീറ്റർ വരെ ഒരാളെ എടുക്കിട്ടും ഇതൊക്കെ അവിടെ ആകുമ്പോഴേക്കും അവരിക്കണ ആ ഷെഡും ആ സമയം കൊണ്ട് പോയി. അതാണ് ഷെഡ് അങ്ങനെ കിട്ടി. മൊത്തം എത്ര ഷെഡുകളാണ് അവിടെ ഉണ്ടായിരുന്നത്? ഷെഡ് ഇപ്പോൾ 1, 2, 3 ഷെഡായിട്ടുണ്ട്. പിന്നെ താൽക്കാലിക നിറവിനായിട്ട് പിന്നെ. പക്ഷെ എത്ര പേര് വെച്ചാൽ ഏറെക്കുറെ ഒരു 8 പേരോളാണ് നിറവിൻ്റെ അവിടെ ഉള്ളത്. അതൊന്നും തിരിച്ചു വരുന്നുണ്ടായി. അത് മിസ്സിങ് തന്നെ. അത് കുണ്ടന്നൂർ ഉള്ള ആളുകളുടെ പേരൊന്ന് പറയാമോ? പിന്നെ കവളപ്പാറ ഉണ്ണിയേട്ടുണ്ട്. ഇവിടെ പട്ടാമ്പിന്ന് വന്ന ഒരു സുബിയുണ്ട്. പിന്നെ കൊണ്ടുവന്നൊരുത്ത തടിയൻ രാകേഷ്. അത് ഞാൻ പോകുന്നവരവിടെ ഉണ്ട്. ഇനിയിപ്പോൾ അതിൽ പെട്ടെന്ന് അറിയില്ല. അതുണ്ട്. പിന്നെ കുളത്തൂർ സുബ്രൻ എന്ന് പറഞ്ഞ ചെക്കുണ്ട്. പിന്നെ തിരുവമ്പാടി വിഭാഗത്തിൻ്റെ കമ്മിറ്റിക്കാരിൽ പെട്ട ഗിരി അവിടെ ഇരുന്നുണ്ട്. അവിടെ ആ സമയത്ത് അവിടെ നിന്ന് തുണിയിട്ട് കടലാസുണ്ട്. പിന്നെ വേറെ അവിടെ നിന്ന് 2 പിള്ളേരെ അങ്ങോട്ട് ഗിരിയുടെ കൂടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഏറെക്കുറെ അവിടെ ഒരു 8 പേരോളം ഉണ്ട് എൻ്റെ അറിവിൽ. ഞാൻ ഇപ്പോൾ പോയി ഈ തിരിച്ചും മറിച്ചും വരുന്ന നേരത്തെ ഇവരെ അങ്ങോട്ടും കൂടെ ആരൊക്കെ മിസ്സിങ് എന്നറിയില്ല. പിന്നെ ഈ പാടം കയറുന്നിടത്ത് ഈ കയറുന്നിടത്താണ് പിന്നെ കുറച്ച് പേരുള്ളത്. അവിടെ നിറവൊന്നുമില്ല. അവരിപ്പോൾ കുറച്ച് ആൾക്കാർ അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടില്ലേ ഉണ്ടോ. അപ്പോൾ സതീഷിന് കുറച്ച് പറ്റിയിട്ടുണ്ട്. സതീഷും കുറച്ച് പിള്ളേരൊക്കെ ഈ ഭാഗത്ത് ഈ കുമ്പൻ ചാക്കലൊക്കെ ഇപ്പോൾ ഈ പാടത്ത് നിന്ന് വെടുക്കിട്ടുണ്ട്. അതിൻ്റെ ഒരുക്കുക അവിടെ നിറവില്ല. അപ്പോൾ അവരും കുറച്ച് ആൾക്കാരും ഇങ്ങോട്ട് ഓടിയിട്ടുണ്ട്. പക്ഷെ അവരൊന്നും കാണാനില്ല. സതീശനെല്ലാം ആശുപത്രിയിൽ കൊണ്ടുപോയതായിട്ടാണ് വിവരം. സതീശനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതായിട്ടാണ്. അപ്പോൾ അവർ ഈ തറ്റത്തുള്ള കാരണം അവരും ഇങ്ങോട്ട് ഓടിയിട്ടുണ്ടാവും പൊട്ടിയപ്പോൾ. പക്ഷെ ആർക്കും 2-3 സെക്കൻഡിനുള്ളിൽ ഓടാൻ സമയം കിട്ടിയിട്ടില്ല. അപ്പോഴേക്കും ഈ കാണുന്ന ഷെഡുകളൊക്കെ അടിച്ചു. കാരണം 2:40 ഉള്ളിൽ പെട്ടെന്നുള്ള ചൂടുകൊണ്ടായിരിക്കണം ഈ ഞാൻ നിൽക്കുന്നിടത്ത് തിരി കത്തിയിട്ടുണ്ടാവും. ചൂടേ. കാരണം ഞാൻ തിരി എടുത്തിടുക ഇങ്ങനെ
ഒരു ട്രിപ്പ് മറിച്ചിട്ട് കഴിഞ്ഞാൽ തിരി പെട്ടെന്ന് ഉണങ്ങും. അപ്പോഴാണ് പെട്ടെന്ന് ഒരു 5 മീറ്റർ അകലെ എന്നൊരടി. ഇതെൻ്റെ നമ്മൾക്ക് ഞാൻ മറിയുമ്പോഴേക്കും ഞാൻ ഇട്ട തിരിയൊക്കെ കത്തി. പിന്നെ എനിക്ക് മനസ്സിലാക്കി തരുന്നു. ഞാൻ ഓടുമ്പോഴേക്കും ഈ ഇവിടെ നർവ് ഷെഡ് പൊട്ടി. അപ്പോഴേക്കും ഇവിടെ പൊട്ടി ഈ നർവ് ഷെഡ്. അങ്ങനെ 2 കണ്ടും മറിയുമ്പോഴേക്കും സ്റ്റോറും പൊട്ടി. പിന്നെ ഞാൻ നിന്നില്ല, ഞാൻ പറഞ്ഞില്ല. പിന്നെ ഞാൻ തിരിച്ച് പെണ്ണുങ്ങളുടെ അടുത്തേക്ക് വന്നേ, എടുത്തു ഓടി. 3 ഷെഡ്, അത് 3 ഇല്ല. അപ്പുറത്ത് വേറെ ഉണ്ടോ? പിന്നെ ഒരു ഷെഡ് ആ പാടത്തിന്റെ അറ്റത്ത് ഉണ്ട്. അത് അവിടെ ഉണ്ടോ ഇല്ലെന്ന് അറിയില്ല. അതിൽ കുറച്ച് മരുന്നുകൾ സ്റ്റോക്ക് ഉണ്ട്, അത് എനിക്കറിയില്ല. മലയാളികളല്ലാതെ ആളുകളുണ്ട്? ഇല്ല, ഒക്കെ നമ്മൾ മലയാളികളാണ്. വേറെ പുറമെന്ന് അങ്ങനെയൊന്നുമില്ല. ഇതിലേറ്റവും വലിയ ഒരു വിഷമം എന്താ വെച്ചാൽ നമ്മൾ ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു കെമിക്കലും മറ്റേ നിയമത്തിന് വിരുദ്ധമായിട്ടില്ല. അപ്പോൾ 99% ഈ തീ പോലുള്ള വേലി ചൂടായിട്ട് ഈ തിരി അല്ലെങ്കിൽ കടുമരുന്ന് തീ അത് ഓൾറെഡി വെയിറ്റിടുമല്ലോ. തൃശ്ശൂർ പൂരത്തിനുള്ള എല്ലാ സാമഗ്രികളും ആ സാധനങ്ങളാണ് എല്ലാം. സാമ്പിളിന് എല്ലാ സാധനങ്ങളും ഒതുങ്ങി യാതൊരു കുഴപ്പമില്ല. ഇനി നാളെ വൈകുന്നേരം ആകുമ്പോൾ സാമ്പിളിൻ്റെ ലോഡ് ചെയ്യാം. ഒരു വെപ്പറോളം അതിലേക്കുള്ള സാമഗ്രികളെല്ലാം ഇപ്പോൾ എല്ലാ കാര്യം ഒരു വെപ്പറോളല്ലാതെ വളരെ ഭംഗിയായിട്ട് ചെയ്ത് കഴിയും. പക്ഷെ അതെല്ലാം ഇപ്പോൾ വെടിക്കെട്ടിൽ പോയി എന്നല്ലേ, എല്ലാം പോയി. ഇത് എന്താവും കാരണം തോന്നുന്നത്? കാരണം 99% ഈ കളത്തിൽ തിരിയാണ് ഞാൻ നിൽക്കുന്നിടത്ത് കത്തിയത്. ഒന്നിങ്ങനെ ചൂടിന് ലെൻസ് പോലെ ഇതുമ്പോൾ ചെന്ന് അടിച്ചിട്ടാവണം. കാരണം ഈ കടിമരുന്ന്, കാരണം ഇത് വെയിലത്ത് കിടന്ന് ഉണങ്ങണം. അതെന്താ ഓൾറെഡി ചെയ്യണം. അപ്പം ഞാൻ നിൽക്കുന്നിടത്ത് ഈ പെട്ടെന്നൊരു തീ പോലെ വന്ന് അടിച്ചതിൻ്റെ പേരാണ് ഞാൻ പറയുന്നത്. അത്ര മാത്രം. കാരണം എൻ്റെ ഈ കളത്തിൽ കിടക്കുന്നിടത്ത് തിരി മാത്രമല്ല, തിരി കത്തിയത്. അതിപ്പോൾ എത്ര ചൂടായാലും ഏത് വേനൽക്കാലത്തിൽ തിരി വെയിലത്ത് കിടന്ന് ഉണങ്ങണം. പക്ഷെ ആദ്യം വന്നത് എൻ്റെ അടുത്ത്, ആ കളത്തിൽ എൻ്റെ അടുത്ത് തിരി കത്തിയത്. അഴകും ഫാഷനും ഒരുമിക്കുന്ന 1 ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ, ഫാൻസി ഐറ്റംസ്, കോസ്മെറ്റിക്സ്, ബാഗുകൾ, പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ്ബ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി 1ാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാന്മാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകൂ.